ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതുതായി നിർമ്മിച്ച വെട്ടിക്കോട് സബ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ NHM ഫണ്ടിൽ നിന്നും 55.50 ലക്ഷം രൂപ ഉപയോഗിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയതായി നിർമ്മിച്ച വെട്ടിക്കോട് സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ഓൺലൈനായി ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആരോഗ്യ പരിപാടികളുണ്ട്. അങ്ങനെ രോഗപ്രതിരോധത്തിനും രോഗനിർമ്മാർജ്ജനത്തിനും ഗുണകരമായ നമ്മുടെ ജീവിതം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജനകീയാരോഗ്യത്തിലൂടെ നടപ്പിലാക്കിയാണ്. വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഏറ്റവും ഫലപ്രദമായ സങ്കേതങ്ങളായിട്ട് നമ്മുടെ ജനകീയാരോഗ്യത്തിൽ മാറിക്കഴിഞ്ഞിട്ടുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു. ഈ അവസരത്തിൽ എല്ലാ കൈമഞ്ഞയുടെ അനുവാദത്തോടുകൂടി ഔപചാരികമായി നമ്മുടെ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷയായി. മരുന്നിന് വല്ലപ്പോഴും ആരെങ്കിലും പറയുന്നത് ഒഴിച്ചാൽ ഇന്ന് കേരളത്തിൽ നമ്മൾ പാരസെറ്റമോളടക്കമുള്ള മരുന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾ ഇവിടുന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി KSDP നമ്മുടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ചന്ദ്രബാബു സാറാണ് KSDPയുടെ ചെയർമാൻ. അവിടെ ഇന്ന് മരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും അവർ പുറത്തേക്ക് കൊടുക്കാനും കഴിയുന്ന പ്രാപ്തിയിലേക്ക് ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി ശക്തിപ്പെട്ട കാലത്താണ് നമ്മളെല്ലാവരോടും ഒത്തുകൂടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 1 കേരളത്തെ സംബന്ധിച്ച് അഭിമാനമായിരുന്നു അല്ലേ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദീപ സ്വാഗതം പറഞ്ഞു. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൽ D. ദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. രജനി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ കോശി C. പണിക്കർ, ജനപ്രതിനിധികളായ സുരേഷ് P. മാത്യൂസ്, നികേഷ് തമ്പി, AM ഹാഷിർ, V. ചെല്ലമ്മ, K. ശശിധരൻ നായർ, നിഷ സത്യൻ, ശ്യാമളാദേവി, സിനു ഖാൻ, സുരേഷ് തോമസ് നൈനാൻ, A. തമ്പി, L. അമ്പിളി, ജയപ്രകാശ്, ലളിത ഗോപാലകൃഷ്ണൻ, അംബിക, സുമ, മാത്യു ഫിലിപ്പ്, അമൽരാജ്, രശ്മി മനു, സൽമാൻ, M. അർഹിയാനത്ത്, ശൈലജ ഹാരിസ്, അജോയ് കുമാർ, KR ഷൈജു, ശാലിനി, സദാശിവൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KG ഹരികുമാർ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.